in the given figure, in the given figure, QR divided by QS is equal to QT divided by PR, and angle 1 is equal to angle 2. Show that ST എന്നാണ് എഴുതുന്നത്. Show that triangle PQS similar to triangle TQR. തന്നിരിക്കുന്ന ഫിഗർ ഇങ്ങനെയാണ്. ആ ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഇത്രയുമാണ് ഫിഗറിനകത്ത് തന്നിരിക്കുന്നത്. പിന്നെ അവർ ഗിവൺ ആയിട്ട് തന്നിരിക്കുന്നത് QR ബൈ, നമുക്ക് രണ്ട് ട്രയാങ്കിൾ എടുത്ത് നിങ്ങൾ ഒരു എന്താണ് ട്രയാങ്കിളിനകത്തെ രണ്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തെ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ കമ്പൈൻഡ് ആയിട്ടാണ് ഫിഗർ തരുന്നത്. അതിനെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ട്രയാങ്കിളാണ് വേണ്ടത്? PQS എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട ഈ ട്രയാങ്കിളാണ്. ഓക്കെ, അതിനെ എടുത്തൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരച്ചു നോക്കണം. അത് അങ്ങനെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ? നിങ്ങളും അങ്ങനെ വരയ്ക്കുക, സെപ്പറേറ്റ് ആയിട്ട് എടുത്തൊന്ന് വരച്ചു നോക്കുക. കാരണം നിങ്ങൾക്കത് എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പം ഇതാണ്, ഇത് നമ്മുടെ Q, ഇത് നമ്മുടെ Q, ഇത് നമ്മുടെ P, ഇത് നമ്മുടെ S. ഓക്കെ, ഇതാണ് ആംഗിൾ 1 എന്നവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ഏതുമായിട്ടാണ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? TQR എന്ന് പറയുമ്പോൾ വലിയ ട്രയാങ്കിൾ ആണ്. വലിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് മൊത്തം ഈ വലിയ ട്രയാങ്കിളിനെ ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആ വലിയ ട്രയാങ്കിളും കൂടെ ജസ്റ്റ് സൈഡിലോട്ടൊന്ന് വരച്ചു നോക്കാം, ഇല്ലയോ? അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇതിനെ ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. അപ്പൊ ആ വലിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ താഴെ തന്നെ വരയ്ക്കാം. വലിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ അത് Q, അതേപോലെ തന്നെ എന്താണ് T, അതേപോലെ തന്നെ R. ഓക്കെ, TQR. ഓക്കെ, അപ്പൊ ഇതിനിടയിലുള്ള ഒന്നും വേറെ ഒന്നും വരയ്ക്കാൻ പാടില്ല. ഈ രണ്ട് ട്രയാങ്കിൾ ആണ് നമുക്ക് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഗിവൺ ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ ഇവിടത്തെ ആംഗിൾ 2 ഒന്നും ഈ ട്രയാങ്കിളിനകത്തല്ല കേട്ടോ. അതായത് ആംഗിൾ 2 എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആംഗിൾ 6 വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം കൂടെ അതിനകത്ത് കൂട്ടി വരണം. അതായത് ഇത്രയും ഭാഗം കൂടെ അതിനകത്ത് വരണം, എന്നാലേ ഇതാവത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ എങ്ങനെ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാതെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഐഡിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമുക്കറിയാം, നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ S, അല്ലെങ്കിൽ AS, സോറി ആംഗിൾ സൈഡ് ആംഗിൾ, രണ്ട് ആംഗിൾ ഒരു സൈഡ്, അല്ലെങ്കിൽ A, അല്ലെങ്കിൽ വെറും അതായത് രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താലും മതി. അപ്പൊ ഇതിനകത്ത് റേഷ്യോയിലാന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കിയോ. QR എന്ന് പറയുമ്പോഴത്തേക്കും ഇത് രണ്ട് സൈഡ്, അതായത് QR ഈ സൈഡും അതേപോലെ തന്നെ QS ഉം, ഇത് എന്ന് പറയുന്നതിന്റെ റേഷ്യോയും, അതേപോലെ തന്നെ QT എന്ന് പറയുമ്പോൾ ഇത് ഡിവൈഡ് ബൈ PR. അപ്പൊ അത് പറ്റത്തില്ല. കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഓരോ ഇത് ചെയ്ത് നോക്കാം.
അപ്പൊ ഗിവൺ തന്നിരിക്കുന്ന ഇത് വെച്ച് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് എന്താ വേണ്ടത്? അതായത് ഏതെങ്കിലും രണ്ട് ആംഗിൾ, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ, ഏതെങ്കിലും രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താലോ അല്ലെങ്കിൽ മൂന്ന് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താലോ അല്ലെങ്കിൽ സൈഡ് പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്താലും മതി. ശരിയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ഇത് ആംഗിൾ 1 ആണ്, ഇതും ആംഗിൾ 1 തന്നെയല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഒരു ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ടു പ്രൂവ് എന്തെന്ന് എഴുതണം? ട്രയാങ്കിൾ PQS സിമിലർ ടു ട്രയാങ്കിൾ TQR എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുക. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ PQS എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ TQR ഈക്വൽ ആണ്. എന്താണ്? കോമൺ ആംഗിൾ ആണ്. കോമൺ ആംഗിൾ ആണ്. ആണോ അൽക്കെ? ഈ റീസൺ എഴുതാൻ പറ്റുമോ? ഈ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിനകത്ത് ഈ ഒരു റീസൺ എഴുതാൻ പറ്റുമോ അൽക്ക? അൽക്ക എവിടെ ഉണ്ടോ? അല്ലെ ഡീൻ പറഞ്ഞേ, ഡീൻ പറ്റുമോ? ഡീൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത്, അപ്പൊ ഈ രണ്ട് ആംഗിൾ ഈക്വൽ, നമുക്ക് ഇനി ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിൾ കൂടി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് സൈഡ് പ്രപ്പോർഷനേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. ഒരു സൈഡ് എന്താണ് തന്നിട്ടുണ്ട്, പക്ഷെ മറ്റേ തന്നിട്ടുള്ളത് ആ ചെറിയ ട്രയാങ്കിൾ, അതായത് PR ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വേണ്ടത് TR ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ നമുക്ക് അത് ആ തന്നിരിക്കുന്ന ഇത് എടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഇത്. അപ്പൊ അതെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അടുത്തത് ഏതെങ്കിലും ഒരു കാര്യം നോക്കിയോ, ഇവിടെ ഇത് എഴുതുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, ഓക്കെ, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് എഴുതിക്കോട്ടെ. ഇത് പ്രൂവ് ദാറ്റ് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ എഴുതണം. ഇവിടെ നോക്കി, ഈ ട്രയാങ്കിളിനകത്ത്, അതായത് ഇൻ ട്രയാങ്കിൾ PQR, ശ്രദ്ധിച്ചോണം എല്ലാവരും, ഇൻ ട്രയാങ്കിൾ PQR, ആംഗിൾ PQR ഈസ് ഈക്വൽ ടു ആംഗിൾ PRQ എന്ന് തന്നിട്ടുണ്ട്. കാരണം എന്താ? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കത്തില്ലേ? അതായത് നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലയോ? അതായത് രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ, ഇപ്പൊ ഞാൻ ഈ കളർ ചെയ്യുന്നത് ഈ ട്രയാങ്കിളിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ട്രയാങ്കിളിൽ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള ഇതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ therefore നമുക്ക് ഇങ്ങനെ എഴുതാം therefore PQ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താന്ന് എഴുതാം? therefore PQ ഈസ് ഈക്വൽ ടു PR എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കിടക്കട്ടെ. ഇനി വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇതിനകത്തോട്ട് വരികയാണ്. ഇത് നമ്മൾ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി തന്നിരിക്കുന്നതിനകത്ത് നമുക്കറിയാം QR ഡിവൈഡഡ് ബൈ QS, അത് നമുക്ക് തന്നിട്ടുണ്ട്. QR ഡിവൈഡ് ബൈ QS എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? QT ഡിവൈഡഡ് ബൈ PR ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. QT ഡിവൈഡഡ് ബൈ PR ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് ഈ പി ആറും പി ക്യൂവും ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ പി ആറിന് പകരം നമുക്ക് അവിടെ എന്താന്ന് എഴുതാം, പി ക്യൂ എന്ന് എഴുതത്തില്ലയോ? കാരണം ഓൾറെഡി നമ്മൾ ഇക്വേഷൻ 1-ൽ പി ക്യൂവും അതേപോലെ പി ക്യൂവും പി ആറും ഈക്വൽ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പി ആറിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം, പി ക്യൂ എന്ന് എഴുതാം. അതായത് ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 in 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യു ആർ ഡിവൈഡഡ് ബൈ ക്യു എസ് ഈസ് ഈക്വൽ ടു ക്യു ടി ഡിവൈഡഡ് ബൈ പി ആറിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? പി ആറിന് വരും നമുക്ക് ക്യു ആർ എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ. പി ആറിന് വരെ നമുക്ക് പി ക്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, പി ക്യൂ എന്ന് പറയുമ്പോൾ പി ക്യു ടി ഡിവൈഡ് ബൈ. ഓക്കെ, ഇനി നോക്കിയേ, ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ ആയിരുന്നു സിമിലർ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ക്യു ആർ ഡിവൈഡഡ് ബൈ ക്യു എസ് എന്ന് നമുക്ക് കിട്ടി, ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്യു ടി ഡിവൈഡഡ് ബൈ ക്യു പി ആയിരുന്നു. അത് നമുക്കിപ്പോ കിട്ടിയില്ലേ, ക്യു ടി ഡിവൈഡ് ബൈ പി ക്യു. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡ് പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് കിട്ടി, ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടിയെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? therefore ട്രയാങ്കിൾ എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? പി ക്യു എസ് സിമിലർ ടു ട്രയാങ്കിൾ ടി ക്യു ആർ എന്ന് എഴുതാൻ പറ്റും. ടി ക്യു ആർ എന്ന് എഴുതാൻ പറ്റും. റീസൺ എന്താ? ഏതൊക്കെയാ? രണ്ട് എസ് കണ്ടോ, ഈ സൈഡും ഒരു ആംഗിളും ഈ സൈഡും, ഇവിടെ അതേപോലെ ഈ സൈഡും ഈ ആംഗിളും ഈ സൈഡും ആണ് നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈക്വൽ ആയിട്ടും ഒക്കെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്? എസ് എ എസ് ക്രൈറ്റീരിയ. ക്ലിയർ ആണല്ലോ. ഇത് ക്ലിയർ ആകാത്തവരുണ്ടെങ്കിൽ ചോദിക്കണേ. ഇത് ക്ലിയർ ആകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച്, എന്തെങ്കിലും മനസ്സിലായി ഈ ടോപ്പിക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. അതായത് ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് വേണ്ട ഈ ഇൻ ദ ഗിവൺ ഫിഗർ ക്യു ആർ ബൈ ക്യു എസ് ഈസ് ഈക്വൽ ടു ക്യു ടി ബൈ പി ആർ ആണ്. അതേപോലെ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാംഗിൾ പി ക്യു എസ് സിമിലർ ടു ടി ക്യു ആർ ആണ്. അതായത് ഇത് നോക്കിയേ, പി ക്യു എസ് എന്ന് പറഞ്ഞാൽ എന്താ? പി ക്യു എസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രയാംഗിൾ ആണ്. ഓക്കെ, ഈ ട്രയാംഗിൾ എന്തുമായിട്ട് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ മൊത്തത്തിലുള്ള ഈ ട്രയാംഗിളുമായിട്ട് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ പ്രൂവ് ചെയ്യുന്ന ട്രയാംഗിളിനെ ആ മൊത്തത്തിൽ തന്നിരിക്കുന്ന ട്രയാംഗിളിൽ നിന്ന് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് എന്താ നമ്മളത് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമുക്കറിയാം. എസ് എസോ അല്ലെങ്കിൽ എയോ അല്ലെങ്കിൽ എ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും ഇല്ലേ? അപ്പൊ അതിനകത്ത് ആദ്യം നമുക്ക് ഓൾറെഡി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ രണ്ട് ട്രയാംഗിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ, ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് ആംഗിൾ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം ഇല്ലേ? ശരിയല്ലേ? അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഓൾറെഡി ഈ ആംഗിൾ, അതായത് ഈ ഒന്നാമത്തെ ട്രയാംഗിൾ, ഈ മൊത്തം ട്രയാംഗിൾ എടുക്കുവാണെങ്കിലും 1 ആംഗിൾ അതിനുണ്ട്, അതായത് ക്യൂ എന്ന് പറയുന്ന ആംഗിൾ അതിനുണ്ട്. ചെറിയ ട്രയാംഗിൾ എടുക്കുവാണെങ്കിലും ക്യൂ എന്ന് പറയുന്ന ആംഗിൾ അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഓൾറെഡി രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഒരു റീസൺ നമുക്ക് കിട്ടി ഇല്ലേ? പിന്നീട് നമുക്ക് ഒന്നെങ്കിൽ ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അത് രണ്ടും പ്രൂവ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ അവിടെ ഇല്ല. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഈ സൈഡ് ഡിവൈഡ് ബൈ ഈ സൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും
ഈ സൈഡ് ഡിവൈഡ് ബൈ ഈ സൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് പ്രൊപ്പോർഷനേറ്റ് ആണ് കിട്ടും. ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി വേണ്ട ഈ ചെറിയ ട്രയാങ്കിൾ വേണ്ട ഈ നീല അതായത് വയലറ്റ് കളറിൽ വെച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളിന്റെ ഇതിനകത്ത് നമ്മൾ ഈ ആംഗിൾ 1 ഈസിക്കൽ ടു ആംഗിൾ 2 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ പി ക്യു എന്ന് പറയുന്ന സൈഡും അതേപോലെ തന്നെ പി ആർ എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ പി ക്യൂവും പി ആറും ഈക്വൽ ആണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം എടുത്ത് എഴുതി. ഓക്കെ, പിന്നീട് നമ്മൾ ഓൾറെഡി തന്നിരിക്കുന്നത് ക്യു ആർ ഡിവൈഡ് ബൈ ക്യു എസ്. ക്യു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിൾ ഒരു സൈഡാണ് ക്യു ആർ ഡിവൈഡ് ബൈ ക്യു എസ്. അത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ക്യു ടി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത ട്രയാങ്കിളിന്റെ സൈഡാണ്. പക്ഷെ അവിടെ പി ആർ ആണെന്നിരിക്കുന്നത്, നമുക്ക് വരേണ്ടത് പി ക്യു ആ വരേണ്ടത്. അപ്പോൾ ഓൾറെഡി പി ആറും പി ക്യൂവും ഈക്വൽ ആണെന്ന് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് അവിടെ അതിന് പകരം എന്തെന്ന് എഴുതാം, ക്യു ആർ ബൈ ക്യു എസ് ഈസിക്കൽ ടു ക്യു ടി ബൈ പി ആർ ആയിരുന്നു. ആ പി ആറിന് പകരം നമുക്ക് എന്തെന്ന് എഴുതി, പി ക്യൂ എന്ന് എഴുതി. അപ്പോൾ രണ്ട് സൈഡ് പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് കിട്ടി, ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും, എസ് ക്രൈറ്റീരിയൻ വെച്ചിട്ട് സിമിലർ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ പെട്ടെന്ന്. ആശിഷ് ഓക്കെ ആണോ? ആശിഷ് ആദ്യമേ ക്ലാസ്സിൽ കയറിയവരോടാണ് ചോദിക്കുന്നത്, ഇപ്പൊ ക്ലാസ്സിൽ കയറിയവർക്ക് മനസ്സിലായി കാണത്തില്ല. ആശിഷ് ഓക്കെ ആണോ? ആശിഷ് ഡീന് പറഞ്ഞേ. ഡീന് അതേപോലെ തന്നെ സായി. മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ, സിദ്ധാർത്ഥ, ശ്രേയ, റിജോ, അൽക്ക. അൽക്ക മനസ്സിലായി സാർ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എസ് ആൻഡ് ടി ആർ points on side PR and QR of triangle PQR such that angle P is equal to angle RTS. Show that triangle RPQ similar to triangle RTS. അവര് ഇത് തന്നിട്ടുണ്ട്, ഫിഗറും തന്നിട്ടുണ്ട്.
സർ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ ഏതാ പറ്റുമോ? ആ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കാൻ പറ്റുമോ? ക്വസ്റ്റിന്? ഒന്നുകൂടെ വായിക്കാൻ പറ്റുമോ? S and T are points on side PR and QR of triangle PQR such that angle P is equal to angle RTS. Show that triangle RPQ similar to RTS. 2 മിനിറ്റ് തരാം, രണ്ടല്ല, ഒരു 3 മിനിറ്റ് എടുത്തു. 3 മിനിറ്റ് തരാം, ഒന്ന് ട്രൈ ചെയ്തു, എന്നിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം.
കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? ഡീൻ കിട്ടിയായിരുന്നോ? ഡീൻ കിട്ടി 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 കേട്ടില്ലടാ. കിട്ടിയോ? കിട്ടി കിട്ടി കിട്ടി. ഓക്കെ. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും കിട്ടാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോ. സർ കിട്ടിയില്ല. കിട്ടിയില്ല. പറഞ്ഞുതരാം. പറഞ്ഞോ. അൽവീന പറഞ്ഞോ. സർ ആ പറഞ്ഞോ. സർ ഞാൻ ചെയ്തത് കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. കേട്ടില്ല. ഞാൻ ചെയ്തത് കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോക്കിക്കോളൂ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് നമുക്ക് എസ് ആൻഡ് ടി ആർ ദ പോയിന്റ് ഓൺ സൈഡ് പി ആർ ആൻഡ് ക്യു ആർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് തന്നിട്ടുണ്ട്. സച്ച് ദാറ്റ് ആംഗിൾ പി എന്ന് പറയുമ്പോൾ ഈ മാർക്ക് ചെയ്തിട്ടുണ്ട് ഡബിൾ ആംഗിൾ രീതിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ആംഗിൾ ഈക്വല. അപ്പൊ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു ട്രയാങ്കിൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആർ പി ക്യു എന്ന് പറയുമ്പോൾ ആർ പി ക്യൂവും ആർ ടി എസും, അതായത് ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ ഈ വലിയ ട്രയാങ്കിളും ഇത് ഉൾപ്പെടുന്ന വലിയ ട്രയാങ്കിളും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു പ്രൂവ് ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊന്ന് എടുത്ത് വരയ്ക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് അങ്ങ് പറഞ്ഞതാ. വരച്ചു നോക്കി കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യത വളരെ കുറയും. ഓക്കെ ആണല്ലോ. ഇതാണ് ആ ചെറിയ ട്രയാങ്കിൾ. അതെന്താണ്? ഇത് ആറ് എസ് ടി ആണ്. ഇതിന്റെ ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ. അത് ആ വലിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഉണ്ട്, ഇതാണ് വലിയ ട്രയാങ്കിൾ ആയിട്ട് എടുക്കേണ്ടത്. വലിയ ട്രയാങ്കിൾ ആറ് പി എ ക്യൂ. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതുണ്ട്, ഇതും, അതായത് ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ആംഗിളിലും ആറുണ്ട്, ഈ ആംഗിളിലും ആറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് ടു പ്രൂവ് എന്താ? ട്രയാങ്കിൾ ആർ പി ക്യൂ സിമിലർ ടു ട്രയാങ്കിൾ ആർ ടി എസ് എന്നാണ്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത് എന്താ? നമുക്കറിയാം ആംഗിൾ എസ് ആർ ടി, ചെറിയ ട്രയാങ്കിളിന്റെ ആംഗിൾ എസ് ആർ ടിയും വലിയ ട്രയാങ്കിളിന്റെ ആംഗിൾ പി ആർ ക്യൂവും ഈക്വല. കാരണം എന്താ? രണ്ടിനും ആറുണ്ട്, കോമൺ ആണ് അല്ലേ? കോമൺ ആംഗിൾ ആണ്. പിന്നെ ഓൾറെഡി അവര് ആ രണ്ട് ആംഗിൾ ഈക്വലാന്ന് തന്നിട്ടുണ്ട്. ഏതൊക്കെ ആംഗിളാ? ആംഗിൾ പി എന്ന് പറയുന്നത് ആംഗിൾ ആർ ടി എസിന് ഈക്വലാന്ന് തന്നിട്ടുണ്ട്. അതെന്താ? ഗിവൺ എന്നാണ് അതിന്റെ റീസൺ കൊടുക്കേണ്ടത്. രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ട്രയാങ്കിൾ ആർ പി ക്യൂ സിമിലർ ടു ട്രയാങ്കിൾ ആർ ടി എസ് എന്ന് എഴുതാം. എന്താ റീസൺ? എന്താ? എ ക്രൈറ്റീരിയോൺ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ കാര്യം. സിമ്പിൾ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. In the figure, if triangle ABE similar to triangle ACD, show that triangle
ADE സിമിലർ ടു ട്രയാങ്കിൾ ABC. ഇത് കോൺഗ്രുവന്റ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഇതും വന്നാൽ കോൺഗ്രുവന്റ് എക്സാക്ട്ലി ഈക്വൽ ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ ആണല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇതിന്റെ ഫിഗർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ ട്രയാങ്കിള് തമാശയായിട്ട് കാണരുത്, നല്ല പാടാണ് മനസ്സിലാക്കാനൊക്കെ. അതുകൊണ്ട് ദയവേത് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം, അല്ലെങ്കിൽ പണി മേടിക്കും എന്നുള്ളത് 100 150% ഉറപ്പാണ്. ഇതാണ്. ഇതിനും ഒരു 3 മിനിറ്റ് ചിന്തിക്കാൻ സമയം തരാം. നേരത്തെ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാം കേട്ടോ. അൽക്ക ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണേ. അൽക്ക എവിടെ ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അൽക്ക എവിടെ ഉണ്ടോ? അൽക്ക കേൾക്കാമോ? അൽക്ക ഒന്ന് സംസാരിക്കണേ. ഒന്ന് സംസാരിക്കണേ. കേൾക്കുന്നില്ല. ഓക്കെ, എന്നാൽ സായി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. സായി ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. സായി കേൾക്കാമോ? എന്തായാലും റെസ്പോണ്ട് ചെയ്യാതെ. ശ്രേയ കേൾക്കാമോ? ശ്രേയ ഓക്കെ, ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. അറിയത്തില്ല എന്ന് പറയാം, കുഴപ്പമില്ല. എനിക്കിതിൽ ഡൗട്ട് ഉണ്ട്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഞാൻ ഇതും അങ്ങോട്ട് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കിയോ. അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം, കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞത് എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഏതൊക്കെയാ കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABE ഏതാ? ABE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേണ്ട ABE ഇതാണ്. ABE ഇതാണ്. ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ അടുത്ത എന്താ ACD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേണ്ട ഈ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളും എക്സാക്ട്ലി ഈക്വൽ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാലോ? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ വരയ്ക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഞാൻ ഒരു ട്രയാങ്കിൾ തന്നെ ഇങ്ങനെ ചരിച്ചു വരയ്ക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോണം, നിങ്ങളും വരയ്ക്കുമ്പോൾ ഇതൊക്കെ വരച്ചു പോവാം കേട്ടോ. ഒരു ട്രയാങ്കിൾ ഇത് എന്താണ്? ഇത് AEB. ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിളും അതേപോലെ തന്നെ ഇവിടെ, അതായത് ADE എന്ന് പറയുന്ന ട്രയാങ്കിൾ, ADC എന്ന് പറയുന്ന ട്രയാങ്കിൾ, ACD കണ്ടോ? ACD എന്ന് പറയുന്ന ഈ രണ്ട് ട്രയാങ്കിളാണ്. ഇത് രണ്ടും കോൺഗ്രുവന്റ് ആണെന്നാ പറഞ്ഞത്.
എ ഡി സി കണ്ടോ, ഈ രണ്ട് ട്രയാങ്കിൾ എക്സാക്ട്ലി ഈക്വൽ. എക്സാക്ട്ലി ഈക്വൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? രണ്ട് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതും ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുമാണ്, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ്, ഈ സൈഡും എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ആംഗിളും എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ആദ്യം നമുക്ക് ഒന്ന് എഴുതാം. എന്താണ്, ആസ് ട്രയാങ്കിൾ ABE കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ACD ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? AB എന്ന് പറയുന്നത് AC ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ BE എന്ന് പറയുന്നത് DC ക്ക് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ AE എന്ന് പറയുന്നത് AD ക്ക് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ A എന്ന് എഴുതാം. ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ C എന്ന് എഴുതാം. ആംഗിൾ E ഈസ് ഈക്വൽ ടു ആംഗിൾ D എന്ന് എഴുതാം. ഇത്രയും കാര്യം ആ കോൺഗ്രുവൻസിയിൽ നിന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇനിയും പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADE, അതായത് ഈ ട്രയാങ്കിളും അതേപോലെ ABC, ഈ മൊത്തം ട്രയാങ്കിളും സിമിലർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്നതിനകത്ത് വെച്ചിട്ട് നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതാം ടു പ്രൂവ്. ഇതിനെ വേണമെങ്കിൽ ഓരോ ഇക്വേഷൻ നമ്പർ ആയിട്ട് കൊടുക്കണം. ഇത് ഇക്വേഷൻ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇനി ടു പ്രൂവ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടു പ്രൂവ് ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC ആണ്. അത് ഓൾറെഡി ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ A എന്ന് എഴുതാം. എങ്ങനെയാ? ADEക്കും ആംഗിൾ A ഉണ്ട്, ABCക്കും ആംഗിൾ A ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ആംഗിൾ DAE ഈക്വൽ ടു ആംഗിൾ BAC. എന്താ റീസൺ? കോമൺ ആണ്, ആണല്ലോ. അതേപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന വേറൊരു സൈഡ് എന്ന് പറയുന്നത് അതായത് ഈ സൈഡും, അതായത് നമ്മുടെ പ്രൂവ് ദാറ്റ് വെച്ചിട്ട് വേണ്ട ഈ AB എന്ന് പറയുന്ന അത് എടുക്കാൻ നോക്കട്ടെ ഒരു സെക്കൻഡ്. ഈ ട്രയാങ്കിൾ ഓക്കെ, ഞാൻ AB ഈസ് ഈക്വൽ ടു ACയും അതേപോലെ AD സർ പറഞ്ഞു. സർ കോമൺ ആവുന്ന ആംഗിൾ സെന്ററിൽ വരണം അല്ലേ? സെന്ററിൽ വരണം, രണ്ടിനും വരണം. സെന്ററിൽ വരിക എന്നുള്ളതല്ല, ആ എടുത്തിരിക്കുന്ന രണ്ട് ട്രയാങ്കിളിലും ആ ആംഗിൾ കാണണം. ഇപ്പം ഇതിപ്പോ സെപ്പറേറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, അതായത് ഈ ചെറിയ ട്രയാങ്കിൾ എടുത്തിട്ട് ADE വരച്ചിരിക്കുക. ADE വരയ്ക്കുമ്പോഴും A അതിനുണ്ട്, ABC വരയ്ക്കുമ്പോഴും നോക്കിയേ കംപ്ലീറ്റ് ആയിട്ട് A അതിനുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു രണ്ട് ഇക്വേഷൻ എടുക്കാൻ പോകണം. നമുക്കിനിയും ഇത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തോ വേണ്ടത്? ഏതെങ്കിലും രണ്ട് ആംഗിൾ നമുക്ക് എന്തായാലും ഇനി ഈക്വൽ ആക്കാൻ പറ്റത്തില്ല. കാരണം ഇതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു തിയറി ഒന്നും ഇല്ല നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട്. ഇതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനും തിയറി ഇല്ല, ശരിയല്ലേ? അപ്പൊ നമുക്ക് സൈഡ് പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ ആദ്യത്തെ ആ കോൺഗ്രുവൻസിയുടെ രണ്ട് ഇത് എടുക്കുവാണ്. അതായത് നമ്മൾ AB ഈസ് ഈക്വൽ ടു AC എന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്, ഓർക്കുന്നുണ്ടോ? ഫ്രം എന്താണ്, അതായത് റീസൺ എഴുതേണ്ടത് എന്താണ്? ട്രയാങ്കിൾ ABE കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ACD ആയതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. അതേപോലെ തന്നെ A ഈസ് ഈക്വൽ ടു AD, ഞാൻ A ഈസ് ഈക്വൽ ടു ADക്ക് വരാം, AD ഈസ് ഈക്വൽ ടു A എന്ന് എടുക്കുകയാണ്. അതും എങ്ങനെയാ വന്നത്? ട്രയാങ്കിൾ ABE കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ACDക്ക് അത് വന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇത് ഇക്വേഷൻ 1 അല്ല, ഇത് ഇക്വേഷൻ നമുക്ക് 6 വരെ കൊടുത്തല്ലേ, ഇത് ഇക്വേഷൻ 7, ഇത് ഇക്വേഷൻ 8 എന്ന് കൊടുക്കുകയാണ്. ഞാൻ ഇക്വേഷൻ 7/8 ചെയ്യുവാണ്. ഇക്വേഷൻ 7/8 ഇക്വേഷൻ 8 ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? AB divided by AD which will be is equal to AC divided by AE. ഓക്കെ, നമുക്ക് നോക്കി ഇത് ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ AB divided by AD എന്ന് പറഞ്ഞാൽ നോക്കി, വലിയ ട്രയാങ്കിൾ ആണ് ഇത്, AB divided by ചെറിയ ട്രയാങ്കിളിന്റെ ആ സൈഡ്. അതേപോലെ തന്നെ അപ്പുറത്ത് നോക്കി
AC ഡിവൈഡ് ബൈ AE. വലിയ ട്രയാങ്കിളുടെ ഒരു സൈഡ് ഡിവൈഡഡ് ബൈ ചെറിയ ട്രയാങ്കിളുടെ ഒരു സൈഡ്. അത് രണ്ടും ഈക്വൽ ആണെന്നല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായി? രണ്ട് സൈഡ് പ്രപ്പോർഷനേറ്റ് ആണെന്ന് കിട്ടി. അങ്ങനെയാണ് രണ്ട് സൈഡ് പ്രപ്പോർഷനേറ്റും ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ പോസിലേറ്റ് അതേണ്ട നോക്കിയോ. ഇപ്പൊ ഈ ചെറിയ ട്രയാങ്കിളുടെ കണ്ടോ, ഈ ഒരു സൈഡും വലിയ ട്രയാങ്കിളുടെ ഈ സൈഡും ഈ ആംഗിളും ഈ സൈഡും, ചെറിയ ട്രയാങ്കിളുടെ ഈ സൈഡും ഈ ആംഗിളും ഈ സൈഡും. അപ്പൊ SAS പോസിലേറ്റ് വെച്ചിട്ട് ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് എഴുതാം. Therefore നമുക്ക് ട്രയാങ്കിൾ എങ്ങനെ എഴുതാം? ADE സിമിലർ ടു ട്രയാങ്കിൾ ABC. എന്താണ്? SAS ക്രൈറ്റീരിയ. മനസ്സിലാകാത്തവർ ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. മനസ്സിലാത്തവർക്ക് ചോദിക്കാം. കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തരാം, നോക്കിക്കോളൂ. ഇൻ ഫിഗർ ABC and AMP are two right triangles. Right angled at B and M respectively. Prove that triangle ABC similar to triangle AMP. ഒന്നാമത്തേത്. അതിന്റെ രണ്ടാമത്തേത് CA divided by PA equal to BC divided by MP. ഒന്ന് ട്രൈ ചെയ്ത്. പടം ഞാൻ തരാം.
ഡീനെ ശരിയാണോ ഇത്? ഡീൻ ശരിയാണേ. ഇവിടെ നോക്കിയോ, ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഈ ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളും അതേപോലെ എ എം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഈ ട്രയാങ്കിളും ആണ്. ഈ ട്രയാങ്കിളും ആണ് എ എം ബി, ഈ ട്രയാങ്കിളും ആണ്. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല. എന്താ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈക്വൽ ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിളിനെ സെപ്പറേറ്റ് ആയിട്ട് വരച്ചു നോക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുകയാണ്. നോക്കിയോ, അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ട്രയാങ്കിളിനെ ഞാൻ തന്നെ ഇങ്ങനെ വരയ്ക്കുകയാണ്. തന്നെ ഇങ്ങനെ, ഇതാണ് ഒരു ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ എ ബി സി. അടുത്ത ട്രയാങ്കിൾ ഇപ്പുറത്തോട്ട് ഇങ്ങനെ തന്നെ വരയ്ക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ കണ്ടോ, ഈ ട്രയാങ്കിൾ ആണ് എ പി എം. നമുക്കറിയാം ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്, ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പം അത് തന്നെ ഒരു റീസൺ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. പിന്നെ ഈ രണ്ട് ആംഗിൾ കോമൺ, അതായത് എന്താ, ഈ ട്രയാങ്കിളും ഈ ആംഗിൾ ഉണ്ട്, ഈ ട്രയാങ്കിളും ഈ ആംഗിൾ ഉണ്ട്. അപ്പൊ ആ രണ്ട് ഇത് മതി നമുക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പൊ എഴുതേണ്ട എങ്ങനെയാ, ടു പ്രൂവ് എന്താണ്, ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എ എം പി. സ്റ്റേറ്റ്മെന്റ് എഴുതുക, ആംഗിൾ എന്താ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ എം പി. എന്താ റീസൺ, 90 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എം എ പി. എന്താ, കോമൺ ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് എഴുതാം, ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എ എം പി. അപ്പം എന്താണ് അതിനകത്ത് എന്താ, എന്ത് പോസ്റ്റുലേറ്റ് വെച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് രണ്ട് ആംഗിൾ എ ക്രൈറ്റീരിയോൺ വെച്ചിട്ട്, ക്രൈറ്റീരിയോൺ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് പ്രപ്പോർഷണൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ സൈഡ് പ്രപ്പോർഷണൽ ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം പ്രപ്പോർഷണൽ ആയിട്ട് എഴുതാൻ. ഇപ്പൊ ഈ ആംഗിളും ആണ് ഈക്വൽ എങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ഇതും, ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ഇതുമാണ്, അത് വേണം പ്രപ്പോർഷണൽ ആയിട്ട് എഴുതാൻ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, സി എ ഡിവൈഡഡ് ബൈ പി എ ഈക്വൽ ടു, ഇനി അടുത്ത് എന്താ, ഈ ആംഗിളും ആയിരുന്നു ഈക്വല്. അപ്പൊ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഇതും, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഇതുമാണ്. അപ്പൊ അത് വേണം എഴുതാം. ആദ്യത്തെ പോലെ തന്നെ എഴുതണം, വലിയ ട്രയാങ്കിൾ വെച്ചിട്ട് ഞാൻ ട്രയാങ്കിളിനെ എടുത്തെങ്കിൽ അങ്ങനെ തന്നെ എഴുതണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ബി സി ഡിവൈഡഡ് ബൈ എന്തെന്ന് എഴുതാം, എം പി എന്ന് എഴുതാം, വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താ, ഇനി അടുത്തത് ഈ ആംഗിളും ആണ് ഈക്വല്, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതും, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുമാണ്. അപ്പൊ നമുക്ക് എ ബി ഡിവൈഡഡ് ബൈ എന്താണ്, എം എന്ന് എഴുതാം. ഓട്ടോമാറ്റിക്കലി ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്നത്. എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക, ആസ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ എ എം പി എഴുതുക, സി എ ഡിവൈഡഡ് ബൈ പി എ വിൽ ബി ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എം പി. കഴിഞ്ഞു, ഇത്രയുള്ള കാര്യം. ചെറുതാക്കി കാണിക്കാം. ഇത്രയുമേ ഉള്ള ഇന്നത്തെ ക്ലാസ്. Thank you, sir. ഓക്കെ.